ഐ വോർ വാട്ട് ഐ ലൈക്ഡ് ആൻഡ് ഞാൻ ഇട്ട ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അത് ഇന്നപ്രോപ്രിയേറ്റ് ആണെന്നോ ഞാൻ കരുതുന്നില്ല. നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സിനിമാ നടി അമല പോളിന്റെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് വലിയൊരു സാമൂഹ്യ വിമർശനവും വലിയൊരു പ്രശ്നവും ഒക്കെ നടന്നിരുന്നു. അവർ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു പ്രമോഷന്റെ ഭാഗമായി തന്നെയാണ് അവർ പോയത്. എന്തായാലും ഒരു ചടങ്ങിന് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എത്തിയപ്പോൾ അവർ ധരിച്ചിരുന്ന വസ്ത്രം ശരിയല്ല. ആ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകളും നടന്നു. അന്ന് അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചില്ല. 2-3 ദിവസമായി ഈ സംഭവം ഉണ്ടായിട്ട്. എന്നാൽ ഈ സംഭവത്തിന് ശേഷം അമല പോൾ തന്നെ ഈ വിഷയത്തിലെ വിമർശനത്തിനോട് പ്രതികരിക്കുന്ന ഒരു വീഡിയോ കാണാനിടയുണ്ടായി. ഐ ഡോണ്ട് ഫീൽ ഐ വോർ എ റോങ് ഡ്രസ്, ബട്ട് അത് എങ്ങനെയാണോ പോർട്രേ ചെയ്തതെന്നുള്ളത് അത് എൻ്റെ കൺട്രോളിലല്ലല്ലോ. അതിൽ അവർ സ്വയം ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അവർ പറയുന്നത്, എൻ്റെ വസ്ത്രധാരണത്തിലൊന്നും തെറ്റായി എനിക്ക് തോന്നിയില്ല, ഞാൻ കൃത്യമായി അത് ധരിച്ചു, എൻ്റെ ശരീരഭാഗങ്ങളൊന്നും എങ്ങും കാണുന്ന രീതിയിൽ ഞാൻ ധരിച്ചില്ല, അത് ക്യാമറ ഫോക്കസ് ചെയ്തതിൻ്റെ പ്രശ്നമാണ്, കണ്ടവരുടെ കണ്ണിലെ കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് സ്വയം ന്യായീകരിക്കുന്നത് കണ്ടു. പിന്നെ എനിക്കിഷ്ടമുള്ളതാണ് ഞാൻ ധരിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം തരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് എല്ലാ തലമുറകളിലും പെട്ട ആളുകൾക്ക് ഒരുപോലെ ബാധകമാണ്. പുതിയ ഒരു കാര്യം ചെയ്തിട്ട് ഇപ്പോഴത്തെ ട്രെൻഡാണ്, ന്യൂ ജനറേഷൻ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് തലമുറകളെ തരം തിരിച്ച് പ്രത്യേക സ്വാതന്ത്ര്യം ദുർസ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ചോദിക്കും, അതൊരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, അവരുടെ ഡ്രസ്സിംഗ് ആണ് ശരി, അതിൽ നമ്മൾ ഇടപെടുന്നതേ ഇല്ല. ഇതിനു മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, യാതൊരു കാര്യത്തിലും ഒരാളുടെ വ്യക്തിത്വത്തിലോ വ്യക്തിപരമായ കാര്യത്തിലോ നമ്മൾ ഇടപെടാൻ പാടില്ല, ഇടപെടുന്ന ആളുമല്ല ഞാൻ. പക്ഷേ അവർ ചെന്ന ഇടം അതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. കുട്ടികൾ പഠിക്കാനും അവരുടെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രം വരുന്ന ഒരിടമാണ്. അവിടെയുള്ളത് അധ്യാപകരും വിദ്യാർത്ഥികളും മാത്രമാണ്. ആ നിലയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില മാന്യതകളുണ്ട്, ഒരു സംസ്കാരമുണ്ട്. ഇപ്പോഴെല്ലാവരും വെസ്റ്റേൺ കൾച്ചർ എന്ന് പറയും. പുറത്തുള്ള സംസ്കാരത്തെയാണ് ആഹാര കാര്യത്തിലും വസ്ത്രധാരണത്തിലും എല്ലാ കാര്യത്തിലും പുറത്തുള്ള വിദേശികളുടെ സംസ്കാരത്തെ അനുകരിക്കുകയാണെന്നല്ല, അനുകരിക്കുന്ന കാലവും കഴിഞ്ഞു. ഇപ്പോൾ അത് തന്നെ ഏകദേശം ഇവിടെ ആയിക്കഴിഞ്ഞു. ആഹാര കാര്യത്തിലും അല്പവസ്ത്രധാരണത്തിന്റെ കാര്യത്തിലും മാത്രം വിദേശ സംസ്കാരം കടം കൊള്ളുന്ന പ്രവണത ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാനാവില്ല. ഒരു നാട്ടിലെ വസ്ത്രധാരണം, അവരുടെ കാലാവസ്ഥ, അവരുടെ സംസ്കാരം, അവരുടെ ജോലി എന്താണ്, ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ സംസ്കാരത്തിന് ഇണങ്ങുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അധികം ചൂടും അധികം തണുപ്പുമില്ലാതെ ആരും ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന സുഖമുള്ള ഒരു കാലാവസ്ഥയാണ് ദൈവാനുഗ്രഹത്താൽ നമുക്കുള്ളത്. ഇവിടെ നമുക്ക് അനുയോജ്യമായിട്ടുള്ള വിപണിയിൽ ഒരുപാട് വസ്ത്രങ്ങൾ ലഭ്യമാണ്. ഇതൊക്കെ പറയുമ്പോൾ അങ്ങനെ പറയുന്നവരെ കുലസ്ത്രീ എന്നും കുലപുരുഷനെന്നും കളിയാക്കുന്ന ഒരു വിഭാഗമാണ് ഇന്നിപ്പോൾ ഉള്ളത്. സംസ്കാരത്തെയും മൂല്യത്തെയും ഒക്കെ മുറുകെ പിടിക്കുന്നവരെയും അതിന് വിരുദ്ധമായി ഒരു പ്രവണത കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്നവരെ വികസന വിരോധികളെന്നോ പുരോഗമനവാദികളല്ലാത്തവരെന്നോ ഒക്കെ വിമർശിക്കുകയല്ല വേണ്ടത്. അങ്ങനെയൊന്നുമല്ല യാഥാർത്ഥ്യം. ഇപ്പോൾ തന്നെ ഈ അമല പോളിന്റെ വിഷയം അത് ഇത്രയും വിമർശനങ്ങൾക്ക് വഴിപ്പെട്ടത് എങ്ങനെയാണ്? അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് അവർ അല്പവസ്ത്രധാരണിയായി അഭിനയിക്കുകയോ അതൊക്കെ അവരുടെ കാര്യമാണ്, അവരുടെ ഉപജീവന മാർഗമാണ്, അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. പക്ഷേ ഒരു പൊതു ഇടത്ത്, പ്രത്യേകിച്ചും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ, കൗമാരപ്രായത്തിലുള്ളതോ ഏത് പ്രായത്തിലുള്ള കുട്ടികളോ ആയിക്കോട്ടെ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വരുമ്പോൾ അവിടെ പാലിക്കേണ്ട ഒരു മാന്യത വസ്ത്രത്തിൽ അവർ പാലിച്ചിട്ടില്ല. അത് ഉറപ്പിച്ച് തന്നെ പറയുകയാണ്. നമ്മുടെ വസ്ത്രധാരണം നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോകുന്ന പോലെ ആയിരിക്കത്തില്ല മരണ വീട്ടിൽ പോകുന്നത്. ഇതിന് രണ്ടിനും നമ്മൾ ബോധപൂർവം അല്ലാതെ വരുത്തുന്ന ഒരു മാറ്റമുണ്ട് നമ്മുടെ ഡ്രസ്സിങ്ങിൽ. നമ്മൾ മനഃപൂർവ്വമല്ല, നമ്മൾ അങ്ങനെ പോവുകയുള്ളൂ. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഉൾക്കൊള്ളാൻ പറ്റാതെ എന്തിനേയും വിമർശിക്കണം എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അത് ഓരോരുത്തരുടെയും ഇഷ്ടമല്ലേ? ഒരു പാർട്ടി വെയർ ഇട്ടിട്ട് മരണത്തിന് പോയാൽ എന്താണ് കുഴപ്പമൊന്നുമില്ല. ആഘോഷങ്ങളുടേതായിട്ടുള്ള ഒരു സമയം വേറെയാണ്, ആചരണങ്ങളുടേതായിട്ടുള്ള ഒരു സമയം വേറെയാണ്. അതുപോലെ തന്നെ ഒരു പബ്ബിൽ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ്, അല്ലെങ്കിൽ ഒരു നൈറ്റ് പാർട്ടിക്ക് നിങ്ങളെപ്പോലുള്ളവർ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ് ഇട്ടിട്ട് ഒരു കോളേജിൽ പോയത് ഒട്ടും ശരിയല്ല. അതിനെ നിങ്ങൾ എത്ര ന്യായീകരിച്ചാലും അത് ന്യായീകരിക്കപ്പെടുകയുമില്ല. ഇതിനോടനുബന്ധിച്ച് തന്നെ പറയട്ടെ, കടകളുടെ ഉദ്ഘാടനങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. സിനിമാ നടിമാരെ, പണ്ട് സിനിമാ താരങ്ങളെയൊക്കെ, ആണുങ്ങളെ ആണെങ്കിലും പെണ്ണുങ്ങളെ ആണെങ്കിലും സിനിമാ താരങ്ങളെയൊക്കെ കട ഉദ്ഘാടനത്തിനും മറ്റുമൊക്കെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് ആളെ കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. പക്ഷെ അന്ന് ആളെ കൂട്ടുന്നത് അവരുടെ കഥാപാത്രങ്ങളിലൂടെ അവർക്കുണ്ടായ ആരാധനയുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ പണ്ടുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ അതിൽ കട ഉദ്ഘാടനത്തിന് ഓരോ താരങ്ങളെ വിളിക്കുന്നതും അത് കാണാൻ ആളുകൾ കൂടുന്നതും അങ്ങനത്തെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരുപാട് രംഗങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ ഉദ്ഘാടനങ്ങൾ എന്താണ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഇല്ലാത്ത ശരീരഭാഗങ്ങൾ ഉണ്ടെന്ന് വെച്ചുകെട്ടി പ്രദർശിപ്പിച്ച്
അതിലൂടെ മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഒരു വിഭാഗം. കഴിഞ്ഞ ദിവസം നിള നമ്പ്യാരുടെ കാര്യം പറഞ്ഞു. അവർ പോൺ സൈറ്റുകളിൽ ഉൾപ്പെടെ അവരുടെ അശ്ലീല വീഡിയോകൾ ഉൾപ്പെടെ അപ്ലോഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതാണ് അവരുടെ സാമൂഹ്യ ചിത്രം. അതാണ് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയുന്നില്ല. സമൂഹത്തിൽ അവരെങ്ങനെ അറിയപ്പെടുന്നു എന്നുള്ളത് ഇതാണ്. ന്യൂഡ് ഫോട്ടോഗ്രാഫികളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ആളാണ് അവർ. അവരെ കൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ബോച്ചേട്ടിയുടെ ഒരു സെൻറ്റർ ഉദ്ഘാടനം ചെയ്യുന്നത് കണ്ടു. അവരോടൊപ്പം സെൽഫി എടുക്കാൻ ആളുകൾ വരുന്നു, അവർ ഇൻ്റർവ്യൂകൾ കൊടുക്കുന്നു. ഇവരൊക്കെ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഒരിടത്ത് അല്ലെങ്കിൽ ഒരു കച്ചവട സ്ഥാപനത്തിൽ 4 ആളെ കൂട്ടാൻ ശരീര പ്രദർശനം സ്ത്രീകൾ നടത്തി ഇവർക്ക് ഉദ്ഘാടനം ചെയ്തു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരെ കേരളത്തിൽ എത്തി എന്നുള്ളതിൽ അത്ഭുതമൊന്നുമില്ല. എല്ലാ ദിവസവും നമ്മൾ കാണുന്ന കാഴ്ചയൊക്കെ തന്നെയാണ്. പക്ഷേ അത് എല്ലാ ഒരു പരിമിതികളും പരിധികളും ഒക്കെ ലംഘിച്ച് എവിടെയും എന്തും ആർക്കും ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റുള്ളവർ ഒരുപാട് ഫോളോ ചെയ്യുന്ന ആളുകൾ അങ്ങനെ ചെയ്യുന്നതിനെ ഒരിക്കലും നമ്മൾ ആരും അതിനെ പ്രോത്സാഹിപ്പിക്കാനോ അനുകരിക്കാനോ പാടില്ല. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകൾ ഉണ്ടാവും. എനിക്കില്ല. എല്ലാ സാധാരണക്കാർക്കും ഇപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ എല്ലാ പേജുകളുണ്ട്. അപ്പോൾ അതിലെല്ലാം ഇവർക്ക് ഫോളോവേഴ്സ്, ഫ്രണ്ട്സ് ഇതൊക്കെ കാണും. പക്ഷേ ഈ ചില സെലിബ്രിറ്റികളെ സംബന്ധിച്ച് അവർക്ക് മില്യൺ കണക്കിനായിരിക്കും ആരാധകരും ഫോളോവേഴ്സും ഒക്കെ ഉണ്ടാകുക. അപ്പോൾ ഇവർ ചെയ്യുന്നത് അനുകരിക്കാനായിരിക്കും ഇവരുടെ പ്രായത്തിലുള്ളവരാകട്ടെ, അല്ലെങ്കിൽ ഈ പ്രായത്തിൽ അവരെ കൊണ്ട് ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന് കരുതി ഇവരെ കണ്ട് പരവശപ്പെടുന്ന സ്ത്രീകളാവട്ടെ, കൊച്ചു കുട്ടികളാകട്ടെ, അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇവരൊക്കെ പിന്തുടരാൻ ഇവർക്കല്ല ഇവരെ ഫോളോ ചെയ്യാനും ഇവരെ ഇമിറ്റേറ്റ് ചെയ്യാനും അനുകരിക്കാനും ഒക്കെ ഒരു ഉത്സാഹം തോന്നും. ആ ഉത്സാഹത്തെ മുതലെടുക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അതിനെ മോശമാക്കുന്ന രീതിയിലുള്ള പ്രവണതകളൊന്നും നിങ്ങളുടെ ഒന്നും ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. ഒരു സിനിമാ നടി അല്ലെങ്കിൽ സിനിമാ നടൻ എന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞ് അവരുടെ റോള് തീർന്നു എന്ന് ഇവർ പറയും. ഒരു ആക്ഷനും കട്ടിനും ഇടയ്ക്ക് നിങ്ങളുടെ ജോലി തീരുന്നുണ്ടാവാം. പക്ഷെ നിങ്ങൾ ബാക്കി വെച്ച ഒരു ആരാധന അല്ലെങ്കിൽ നിങ്ങളുടെ കഥാപാത്രം ആളുകളുടെ മനസ്സിൽ പതിപ്പിച്ച ഒരു ചിത്രം, അത് നിങ്ങളെ മനസ്സിൽ കൊണ്ടു നടന്ന് ആരാധിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ഒരു ചെറിയ വിഭാഗമാണെങ്കിലും കേരളത്തിലുമുണ്ട്. സംസ്കാരത്തിന് വിലപേശുന്ന രീതിയിൽ എൻ്റെ വസ്ത്രധാരണം എൻ്റെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യത്തെ ദുരുപയോഗപ്പെടുത്തുന്ന രീതിയിൽ ഇനിയെങ്കിലും സെലിബ്രിറ്റി പരിവേഷമുള്ള എല്ലാവരും, അത് എഴുത്തുകാരാവട്ടെ, സിനിമാ താരങ്ങളാകട്ടെ, കായിക താരങ്ങളാവട്ടെ, ആരുമായിക്കോട്ടെ, യൂട്യൂബർമാരാവട്ടെ, ആരും മനുഷ്യരെ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് തള്ളിവിടാതിരിക്കുക. ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും വളരെ പുച്ഛത്തോടെ തന്നെയാണ് ഇത് കാണുന്നത്. ഇതിനെയൊക്കെ വിമർശിക്കുമ്പോൾ കുലസ്ത്രീയെന്നോ കുലപുരുഷനെന്നോ ഒന്നും പറഞ്ഞ് ആളുകളെ പരിഹസിക്കുകയല്ല വേണ്ടത്. എന്താണ് നമ്മുടെ സംസ്കാരമെന്നും ഞാൻ എവിടെയാണ് ജീവിക്കുന്നതെന്നും എന്തിൽ നിന്നാണ് ഇതുവരെ എത്തിയതെന്നും എന്നൊക്കെയുള്ള ഒരു സ്വബോധം ഉണ്ടായിരിക്കണം. ഈ സ്വബോധത്തിന്റെ അഭാവമാണ് അമല പോൾ ഇത്രയും വലിയ സാമൂഹിക വിമർശനങ്ങൾ നേരിടാനുണ്ടായ കാരണവും.